പ്രയാഗ്രാജിലെ മഹാകുംഭമേള ലോകശ്രദ്ധ ആകർഷിച്ച് വലിയ വിജയം കൈവരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം കുറച്ച് ദിവസം കൂടെയൊക്കെ ചിലപ്പോൾ അത് നീട്ടിയേക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പക്ഷേ അതിനെതിരെ ഒരു കടുത്ത വിമർശനവുമായിട്ട് നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി മമത രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ മഹാകുംഭമേളയെ മൃത്യുകുംഭ് എന്ന് പറഞ്ഞാണ് ആക്ഷേപിച്ചത്. പ്രത്യേകിച്ചും അവിടെ തിക്കിലും തിരക്കിലും പെട്ട് കുറച്ച് പേര് മരിക്കുകയൊക്കെ ചെയ്തു. ആ സാഹചര്യത്തിൽ മമത എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറെ ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യയിൽ അല്ലെങ്കിൽ വേറെ ഒരു പ്രതിപക്ഷത്തുൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയക്കാരും ഇത്ര രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടില്ല. ഈ തിക്കും തിരക്കുമൊക്കെ ഉണ്ടായി മരണമൊക്കെ സംഭവിച്ചപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തി, സർക്കാരിൻ്റെ വീഴ്ചകളെ കുറ്റപ്പെടുത്തി. പക്ഷേ ഇത് സമഗ്രമായിട്ട് ആ കുംഭമേളയെ തന്നെ ആക്രമിക്കുന്ന രീതിയിലാണ് മമത സംസാരിക്കുന്നത്. എന്തായിരിക്കും അതിന് കാരണം? ഒന്നാമത്തെ, കുംഭമേള വിജയിക്കുക തോൽക്കുക ചെയ്യേണ്ട ഒരു കാര്യം തന്നെ, അതൊരു അനുഷ്ഠാനമാണ്, അത് പരീക്ഷയൊന്നുമല്ല. അങ്ങനെ വിജയിപ്പിക്കും മത്സരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുംഭമേള വളരെ കാലാകാലമാണ്. ഇപ്പം ഇവിടെ വളരെ ആൻറ്റി ഹിന്ദു എന്നൊക്കെ പറയാവുന്ന മുസ്ലിം രാജാക്കന്മാർ അതംഗസയാണ് ബേസിക്കലി. ബാക്കിയൊന്നും ആര് അങ്ങനെ ഒരു ആൻറ്റി ഹിന്ദു ഒന്നും ആയിരുന്നില്ല. ഈ രാജാക്കന്മാർ തമ്മിലുള്ള ഫൈറ്റ് എന്നല്ലാതെ വിശ്വാസത്തിന്റെ പുറത്ത്. നിങ്ങളീ പറഞ്ഞ ബാബർ പോലും അങ്ങനെ, അയാളൊരു യുദ്ധം അയാൾക്ക് ജയിക്കാൻ വേണ്ടി മുസ്ലിംസിന്റെ വെള്ളടി നിർത്താൻ വേണ്ടിയിട്ട്, അയാൾ പട്ടാളക്കാരെ വെള്ളടി നിർത്താൻ വേണ്ടി അയാൾ വെള്ളടി നിർത്തി, ഇതിന് ജിഹാദാന്ന് പറഞ്ഞെന്നല്ലാതെ ഔറംഗസേബിന് കുറച്ച് സാധനം ഉണ്ടായിരുന്നു. റിലിജിയോസിറ്റി കൂടുതലായിരുന്നു, ഭയങ്കര ബിലീഫായിരുന്നു. റിലിജിയോസിറ്റി നിർത്താൻ ബിലീഫ് അന്ന് പോലും നടന്ന കാര്യമാണ്. അപ്പൊ അതങ്ങ് നടന്നോളൂ. അത് നിങ്ങൾ വിജയിപ്പിച്ചാലും തോൽപ്പിച്ചാലും അതൊന്നും അതിന്റെ ബാധകമല്ല. അതൊന്നും ബാധിക്കില്ല. അതങ്ങ് നടന്നോളൂ. അതൊരു മക്കയിലെ ഈ പറയുന്ന തീർത്ഥാടനം പോലെ. അപ്പൊ മുസ്ലിംസ് ലോകത്തില്ലാതായാലും മക്കയിലെ തീർത്ഥാടനം നടക്കും. കാരണം ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ ആ തീർത്ഥാടനം ഉണ്ട്. അവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിശ്വാസത്തിനായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അത് ഇപ്പൊ ശബരിമല ഇവിടെ BJP ഇല്ലാതായാലും ശബരിമല ആണോ, അല്ലെങ്കിൽ ഇവിടെ ഈ ഹിന്ദുമതം ഇല്ലാതായിട്ട് വേറൊരു സാധനം കയറി വരുന്നത്, അതിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴും രൂപമാറ്റങ്ങൾ ശബരിമലൊക്കെ ആയി. പക്ഷേ അയ്യപ്പനായിരിക്കില്ല, വേറെ എന്തെങ്കിലും. ഞാൻ നമ്മൾ സത്യം പറഞ്ഞ പോലെ ആളുകൾ വർഗീയതാന്ന് പറയും. വേറെ ചില സാധനങ്ങൾ അതിൻ്റെ കൂടെ ഒരു S തുടങ്ങുന്ന ഒരു സാധനം കൂടി കൂട്ടും. എന്നിട്ട് ശ്രീ അയ്യപ്പൻ്റെ സ്ഥാനത്ത് വേറൊരു അയ്യപ്പനായി മാറും. തീർത്ഥാടനം അതങ്ങനെയാണ്. ഇപ്പൊ മെക്സിക്കോയിലൊക്കെ ഉണ്ടല്ലോ, മെക്സിക്കോയിൽ അവിടെ ഈ പിന്നെ എന്താണ് അവിടുത്തെ ഒരു ആചാരം ഉണ്ടായിരുന്നു. ഒരാളെ ബലി കൊടുത്തിട്ട് അയാളുടെ ഹൃദയം പുറത്ത് ദൈവത്തിന് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ മെക്സിക്കോ കംപ്ലീറ്റ്ലി അവിടെ ലോക്കൽ മതമില്ല. ഇപ്പോൾ കൺവേർട്ട് ചെയ്യപ്പെട്ടു, സെമിറ്റിക് മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ആചാരം നടക്കുന്നുണ്ട്. ആചാരം നടക്കുന്നത് വെച്ചാൽ മനുഷ്യനെ കൊല്ലുന്നില്ല എന്നല്ല, പകരം കോഴീനെയൊക്കെ കൊന്നില്ല, അതിന്റെ ഹൃദയം ഇങ്ങനെ എടുത്തിട്ട് അവിടെ വെച്ചുള്ളൂ. അപ്പൊ അങ്ങനെയാണ് തദ്ദേശീയമായ ഒരു ഗോത്ര ജനതയുടെ ആചാരം. അപ്പൊ ഇതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിനൊന്നും ആർക്കും തടയാനോ തോൽപ്പിക്കാനോ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ജനങ്ങൾ മൊത്തം ആറ്റിറ്റ്യൂഡൊക്കെ വാങ്ങി ജനങ്ങൾ വേറെ രീതിയിൽ ഓൺലി ഞാനും എൻ്റെ ഭാര്യയും കുറച്ച് പണം എന്ന രീതിയിൽ മാത്രം ചിന്തിക്കുന്നതിൻ്റെ അവസ്ഥ എനിക്ക് തോന്നുന്നില്ല മനുഷ്യന് വരും. മനുഷ്യന് ആത്മീയതയുടെ തലമുണ്ട്. അതെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അപ്പം ഇത് മമത ഒന്നും അങ്ങനെ ആത്മാർത്ഥമായി പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർ നല്ല വിശ്വാസിയാണ്. ദീദി ഭയങ്കര വിശ്വാസിയാണ്. ദീദി കമ്മ്യൂണിസ്റ്റുകാരി ഒന്നും അല്ലല്ലോ. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വരെ വലിയ പൊട്ടുള്ളൂ. ഞാൻ ഈ ഫെമിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ, എൻ്റെ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഈ ബംഗാളികൾ, അവരെന്തിനാ ഈ വലിയ തൊട്ടിടുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. എന്തിനാ ബിന്ദി കൊടുന്ന് ബംഗാളി കളിച്ചതാ ബിന്ദി. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എല്ലാ പാൻ ഇന്ത്യൻ സംഭവമാണത്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറുള്ള സ്ഥലമാണ് ബംഗാൾ. അവിടെ കണ്ടുകഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വനിതാ നേതാക്കന്മാരൊക്കെ വലിയ ബിന്ദി, അവരുടെ രീതി അനുസരിച്ച് അവർ ഈ ബിന്ദി ഇടേണ്ട ആവശ്യമില്ല. അവരിതിലും വിശ്വസിക്കാത്ത ആളുകളാണ്. പക്ഷേ എനിക്ക് നമ്മൾ ടീച്ചറുകളില്ല തോന്നുന്നു, ശൈല ടീച്ചറൊക്കെ കുറച്ചുകൂടി ഇൻഡെപ്ത് താനുള്ള ഒരാളാണ്. പക്ഷെ വൃന്ദാകാരായിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ഹാഫ് ബംഗാളി ഹാഫ് പഞ്ചാബി അങ്ങനത്തെ ആണ്. അവരൊക്കെ ഈ വലിയ സാധനം ഇടും, വലിയ സാധനം. ഉമാഭാരതി പോലും അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. വലിയ സാധനം ഇടും. അപ്പം ഒന്നാ വിശ്വാസം. അപ്പൊ അങ്ങനെ അവിശ്വാസം ഐഡന്റിറ്റിയായി അവര് പറഞ്ഞ ഇന്ത്യയുടെ ഐഡന്റിറ്റി എന്ന രീതിയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഇവർ സാരി എടുക്കുന്നത്. ഇപ്പം ഗായത്രി സ്പിവാക് എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രധാന ചിന്തകയുണ്ട്. അവർ ഇന്ത്യക്കാരിയാണ്, പക്ഷെ അമേരിക്കൻ സെറ്റിൽഡാണ്. അവരിങ്ങനെയാണ് സാരി എടുക്കുള്ളൂ ഏത് വേദിയിൽ പോയത്. പിന്നെ വലിയ ബിന്ദി തൊടും. അത് അവരുടെ ഐഡന്റിറ്റി എന്നാണ് അവർ പറയുന്നത്. അവർ പക്ഷേ വിശ്വാസി കൂടിയെന്ന് തോന്നില്ല. വിശ്വാസം അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ വിശ്വാസിയാണെന്ന് തോന്നുന്നു. ഞാൻ പണ്ട് ഡൽഹി പഠിക്കുന്ന സമയത്ത് ഞാൻ മുണ്ടെടുത്തായിരുന്നു പല പരിപാടിക്കും പോകും. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുമായിരുന്നു,
ഞാനും സ്പിവാവും മാത്രമാണ് ഈ ട്രഡീഷൻ ഇത്രയും ഊന്നൽ കൊടുക്കാറുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഞാൻ കംഫർട്ടബിൾ വിത്ത് മുണ്ട്. പിന്നെ നമ്മൾ യൂത്ത് സായിപ്പിൻ്റെ ഡ്രസ്സും അല്ല, സായിപ്പിൻ്റെ അല്ല, ഗോസായിയുടെ ഡ്രസ്സ് ഇടണ്ടല്ലോ, ഗോസായിയുടെ അല്ല സായിപ്പിൻ്റെ ഡ്രസ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മുണ്ടെടുത്തായിരുന്നു എല്ലായിടത്തും പോകുക. അത് നമ്മുടെ എനിക്കത് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണത്. സ്വത്വത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. ഇവിടെ അപ്പോഴേക്കും സ്വത്വം സ്വത്ത് ഇവിടെ പല ആളുകളും എന്താണെന്ന് വെച്ചാൽ ഹിന്ദുസ് അല്ലാത്ത ആളുകളൊക്കെ സ്വത്വം വേറെ പല സ്ഥലത്തും കൊണ്ടുവച്ചിട്ടാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നാണ് അവിടെയാണ് വലിയ അവർ നേടുന്ന വലിയൊരു കൾച്ചറൽ ക്രൈസിസ്. അതാണ് വിശ്വാസം. നിങ്ങൾക്ക് എന്തു പോകാം, നിങ്ങളുടെ സ്വത്വം നിങ്ങൾ എന്തൊക്കെ മാറ്റിക്കഴിഞ്ഞാലും, നിങ്ങൾ എന്ത് വലിയ മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ പിന്തുടർന്നാലും, അതാണല്ലോ ചൈനയുടെ വിജയം. അതാണ് നിങ്ങളുടെ മുഖത്തുനിന്നോ നിങ്ങളുടെ രൂപത്തിലുള്ള മാറ്റം വരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ കൃഷിഭവനിൽ പോയിട്ട് നമ്മൾ പുതിയ ഇനം പശുക്കൾ ഉണ്ടാക്കുന്ന പോലെ കുത്തിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എങ്കിലും ഉണ്ടാവും, എങ്കിലും ഒരു സൈഡ് കിടക്കും DNA മാറ്റം, മൈറ്റോകോൺട്രിയൽ DNA അവിടെ തന്നെ കിടക്കും. അപ്പോൾ അതായത് കൾച്ചറൽ ഐഡൻറ്റിറ്റി നിങ്ങളുടെ രൂപം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. മൈക്കിൾ ജാക്സൺ ആകാൻ പറ്റും. മൈക്കിൾ ജാക്സൺ വെളുത്ത് അവസാനം ചത്തുപോയത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇവിടെ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പം ഈ കുംഭമേള അവരങ്ങനെ ആത്മാർത്ഥമായി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ നല്ല വിശ്വാസിയാണ്. ബ്രാഹ്മണൻ കൂടിയല്ലേ, ഭാരതീയല്ലേ, ബ്രാഹ്മണനാണ്. അതെ. അപ്പോൾ അത് പൊളിറ്റിക്സ് ആയിരിക്കും, അതിനകത്തൊരു രാഷ്ട്രീയമായിരിക്കും. ഒന്നവിടെ ഈ ഇപ്പോൾ കുംഭമേള തോൽപ്പിക്കേണ്ട ആവശ്യമില്ല, ശബരിമല തീർത്ഥാടനം തോൽപ്പിക്കേണ്ട ആവശ്യമില്ല. അതാണ് തോന്നുന്നത്. പക്ഷെ ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇയാൾ യോഗി അല്ലേ തന്നെ മോഡിനെക്കാട്ടും വലിയ പിന്നെന്താണ് ഹിന്ദുവാണ് ഈ യോഗി ആദിത്യനാഥ്, സന്യാസി കൂടിയാണ്. അങ്ങനെ വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതാണ്, ഗംഭീരമായിട്ട് ഓർഗനൈസ് ചെയ്തു. ഇപ്പം മാത്രമല്ല ഗ്ലോബലി ഇതൊരു വലിയ ആചാരം എന്ന രീതിയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. BBC, CNN ഒക്കെ കൊടുക്കുന്നുണ്ട്. സായിപ്പന്മാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ മേനക സുരേഷ് പറയുന്നുണ്ട്, ഓരോ ഫ്ലൈറ്റിന് സായിപ്പന്മാരാണ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവിടെ തിക്കും തിരക്കൊക്കെ അത് സ്വാഭാവികമാണ്. ഇത്തിരി ആളുകൾ സ്ഥലത്ത് വന്നു കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ന് വെച്ചാൽ യൂറോപ്പിലെ 4-5 രാജ്യങ്ങളുടെ ടോട്ടൽ പോപ്പുലേഷൻ അവിടെ എത്തുന്നുണ്ട്. അതെ. നമ്മുടെ വേൾഡ് കപ്പ് നടന്നിട്ട് അതിൻ്റെ വിജയാഹ്ലാദത്തിനിടയ്ക്ക് കാറടിച്ച് 4-5 ആളുകൾ മരിച്ചിട്ടാണ് മുമ്പ് ഫ്രാൻസിൽ. അപ്പം അങ്ങനെയുള്ള അത് അങ്ങനെയാണ്, സ്വാഭാവികമാണത്. മുമ്പൊക്കെ എത്ര ആൾ ഇവിടെ കുംഭമേള മരിച്ച് നമുക്കറിയില്ല. അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെലിവിഷനൊന്നും അത്ര ആക്റ്റീവ് ഒന്നുമല്ല. പത്രങ്ങൾ വളരെ സെൻസേഡ് ആയിട്ടുള്ള ന്യൂസേ കൊടുത്തുകൊണ്ടിരുന്നുള്ളൂ. 2 വിഭാഗങ്ങൾ തല്ലുണ്ടായപ്പോൾ അന്നത്തെ ആകാശവാണി അയച്ചാൽ നമുക്കൊരു പിടുത്തം കിട്ടും. 20 വിഭാഗങ്ങൾ എന്നുള്ളത് ധാരാളം നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലായിരുന്നു. അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാൽ മമതയെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ഇങ്ങനെ ഇത് ഗംഭീരമായി നടത്തുന്നു എന്നുള്ളൊരു ഇറിറ്റേഷൻ. മമതയ്ക്കും ഈ ഇത് ബംഗാൾ കൂടെ ആണല്ലോ ഒഴുകുന്നത്. മമതയ്ക്ക് അവിടെ തന്നെ ഒരുപാട് ആചാരങ്ങൾ ബംഗാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ബാധിക്കുമോ? അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഒരു ഗ്ലാമല്ല അത് പിന്നെ മാറ്റ് കുറയോ ഇങ്ങനെയൊക്കെയുള്ള പേടികൊണ്ട് പറയുന്നതായിരിക്കും. പിന്നെ ഇപ്പം മറ്റുള്ളവരെ കയ്യടി കിട്ടുമല്ലോ. ഇതൊരു പ്രാകൃതമായ ആചാരമെന്ന് സായിപ്പ് കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. വസ്ത്രം ധരിക്കാതെയൊക്കെ ആളുകൾ വസ്ത്രം ധരിക്കാതെ ആളുകൾ വീഴുന്ന സായിപ്പിൻ്റെ വിചാരം സായിപ്പ് നടക്കുന്ന പോലെയാണ്. അപ്പോൾ സായിപ്പ് ഇവിടെ കോവളത്ത് വന്ന് ഡ്രസ്സ് ഇടാൻ നടക്കുന്നത് നമ്മളാരെങ്കിലും സായിപ്പ് അപരിഷ്കൃതനെന്ന് പറയുന്നുണ്ട്. ഇല്ല. പിന്നെ നമ്മൾ മുണ്ടിട്ട് കാണുന്ന സമയത്താണ് നമ്മൾ ഇവിടെ വലിയ എന്താണ് ജൂലിയസ് സീസറിൻ്റെ സമയമാകുമ്പോൾ ഇവിടെ വലിയ രാജകൊട്ടാരവും ഒക്കെ ചാണക്യനൊക്കെ ശേഷമുള്ള കാലഘട്ടം ജൂലിയസ് സീസർ. ചാണക്യനും കഴിഞ്ഞിട്ടാണ്. അതെ. അന്ന് ജൂലിയസ് സീസർ ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ പോയി. ഇങ്ങനെ അയാൾ ആദ്യം അവിടെ ചെന്നിട്ട് അയാളെ കപ്പലുകൾ അയാൾ തീയിട്ട് നശിപ്പിച്ചാണ്. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വിചാരിച്ച് ഇംഗ്ലീഷ് എന്തോ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെയുള്ള ആളുകളെ തോൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഇവിടെ മരം വെട്ടിച്ചിട്ട് ആ മരം കൊണ്ട് കപ്പലുണ്ടാക്കി വേണം നിങ്ങൾ തിരിച്ചു പോയി, അല്ല നിങ്ങളിവിടെ കുടുങ്ങും. അപ്പോൾ സൈനികരെ മൊബൈൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. അവസാനം ഇംഗ്ലീഷുകാരെ കണ്ടപ്പോൾ അങ്ങേര് തന്നെ ഇട്ടുപോയി. ഗുഹാനിവാസികളായിരുന്നു, ശിലായുഗ നിവാസികളായിരുന്നു. അതാണ് സായിപ്പ്. അപ്പോൾ അവർ ഈ ശിലായുഗ മനുഷ്യൻ വസ്ത്രം ധരിക്കാതെ പച്ചിറച്ചി എന്ന് നടന്ന സമയത്ത് ഇവിടെ വലിയ സിവിലൈസേഷൻ ഉണ്ടാക്കിയ ആളുകളാണ് നമ്മൾ. പിന്നെ അവർ നമ്മളെ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ അപരിഷ്കൃതതാന്ന് പറയും. അതിന് ഇത്തരം ആചാരങ്ങളൊക്കെ അവരെടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, അവർക്ക് ഇതിലും വലിയ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ. കെൽറ്റിക് പീപ്പിളിനൊക്കെ വലിയ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുതിരയിൽ നിന്ന് മനുഷ്യനുണ്ടായിരുന്ന അവരുടെ വിശ്വാസം. അപ്പം അത് ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ സെമറ്റിക് മതങ്ങൾ വന്നപ്പോൾ പൂർണ്ണമായും അവർ കൺവേർട്ടഡായി. ഇന്ത്യയിൽ ഈ സെമറ്റിക് മതങ്ങൾ എല്ലാ രൂപം ഇന്ത്യയിലും വന്നു. ജൂതന്മാർ ഇവിടെ വന്ന കച്ചവടത്തിനാണ്. മുസ്ലിങ്ങൾ ആദ്യം വന്ന കച്ചവടത്തിനാണ്. കേരളത്തിലൊക്കെ ഉത്തരേന്ത്യയിൽ കൂടെ മുസ്ലിങ്ങൾ വന്ന് പടയോട്ടക്കാരായിട്ടാണ്. അതിനുശേഷം ഇവിടെ ആദ്യം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന കച്ചവടക്കാരായിട്ടാണ്. ഹോക്കിങ്സ്, തോമസ് അങ്ങനെ വന്നിട്ടുള്ള ആളുകളുണ്ട്. ആദ്യം വന്നത് മുഗളന്മാരുടെ സമയത്താണ് അവർ കച്ചവടം നടത്താൻ വന്നു. പിന്നെ അവർ വന്ന പടയോട്ടക്കാരായിട്ടാണ്.
ഇവരൊക്കെ ശ്രമിച്ചു നോക്കിയിട്ട് വല്ല മാറ്റം ഉണ്ടായോ? കുറച്ച് പാവപ്പെട്ട ആദിവാസികളും ദളിതരെയും മാറ്റിയെന്നല്ല ഇപ്പോൾ നടക്കുന്ന അവിടെ നടക്കുന്നുള്ളൂ, അല്ലാതെ വല്ലതും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റി നിലനിർത്തുന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അവരത് മാറ്റിക്കളഞ്ഞ് നമ്മുടെ കുറ്റമാണ്. ഇത് പക്ഷേ ഇത് കേട്ടിട്ട് കുറേ ഇവിടെയുള്ള തൊലി കറുത്ത സായിപ്പന്മാരുണ്ട്, അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. യു ബാക്ക്വേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ കണ്ണാടി നോക്കി കുറ്റം പറയും. അവരെ പറ്റി നമ്മളെന്ത് പറയാം, അവഗണിക്കുക. എല്ലാവരും. അപ്പം എന്തായാലും മമത ഒരു എന്താ പറയണ്ടേ, കുംഭമേളയുടെ വിജയത്തിൽ ചെറിയൊരു അസൂയ കുംഭമേളയുടെ വിജയം എന്ന് പറയുന്നത് നടത്തിപ്പിന്റെ വിജയം. കുംഭമേള നടന്നോളൂ, അത് നിങ്ങളില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അതെല്ലാം കുംഭമേള നടന്നോളൂ. എക്സിക്യൂട്ടീവിൽ ഹജ്ജ് നടന്നോളൂ. ഇതൊന്നും യാന്ത്രികമായി ഉണ്ടായ സാധനമല്ല. കുംഭമേള ഹജ്ജും എന്നൊക്കെ വെച്ചാൽ മുമ്പേ ഉണ്ടായിരുന്ന കാര്യമാണ്. ഹജ്ജിന് മുസ്ലിം ചരിത്രവും ഇസ്ലാം മതം ഉണ്ടായ വന്നു കഴിഞ്ഞാൽ അവരത് ഏറ്റെടുത്തു എന്നേ ഉള്ളൂ, അത് കണ്ടിന്യൂ ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുംഭമേള എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ മുമ്പേ അവിടെ ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ BJP ഇല്ലെങ്കിൽ RSS ഇല്ലെങ്കിലും അതങ്ങ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ RSS ഉള്ളതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ എണ്ണം കുറയാതെ നിൽക്കപ്പോൾ കാരണം RSS ആണ്. അല്ല എപ്പോഴേക്ക് ഒന്നെങ്കിൽ ഇതൊരു ചന്ദ്രക്കല രാജ്യം അല്ലെങ്കിൽ വേറൊരു രാജ്യമായി മാറുകയാണ്. ചന്ദ്രക്കല രാജ്യം മിഡീവൽ കാലഘട്ടം, മിഡീവൽ അല്ല, ഒരു 40-ന് മുമ്പുള്ള കാലഘട്ടത്തിൽ. അതിനുശേഷം അത് വേറെ തരത്തിലുള്ള രാജ്യമായി മാറുകയാണ്. RSSന്റെ ഒരു പ്രത്യേകത, RSSന്റെ റെലവൻസ് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. മറ്റെല്ലാവരും ലോകത്തിലെയും പുരോഗമിച്ചൊരു സാഹചര്യത്തിൽ, അഡ്വാൻസ്ഡ് ആയ സാഹചര്യത്തിൽ സൂപ്പർ നാച്ചുറൽ വെപ്പൺസുമായിട്ട് വരുമ്പോൾ ഒരുമ എത്ര വലിയ വിശ്വാസം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ കൊങ്കണി ബ്രാഹ്മൺസിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഈ പോർച്ചുഗീസുകാരെ പിടിച്ചേക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ ഓടിപ്പോകേണ്ടി വന്നത്. ഒരുപാട് ആളുകൾ കൺവേർട്ട് ചെയ്യും, ഒരുപാട് കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനെ ഐക്യമുണ്ടാക്കാനും ഒരുമിച്ച് നിർത്താനും ഒരു ശേഷി, ഒരു എന്തെങ്കിലും ഒന്ന് വേണം. അതിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് വേറെ RSSകാരല്ലാതെ ഹിന്ദുക്കൾ ഒരുമിച്ച് നിർത്താൻ വേറെ ഉള്ളത്. നിങ്ങൾ വേറെ സ്ഥാനത്തിന് പേരോ എങ്കിൽ നമുക്ക് അംഗീകരിക്കും. അതാണ് RSSന്റെ പ്രസക്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.